എടാ മൊട്ടെ, തൂറി തൂപ്പിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് അല്ലേ? അത് കുറേ ആയാലും കളിക്കൽ തുടങ്ങിയിട്ട് കോൺഗ്രസ് നശിപ്പിക്കാൻ വേണ്ടി. നീ ഇപ്പം മനുഷ്യരുടെ മനസ്സിൽ വെറുപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീ ചില പൊടിക്കൈ ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട്. സന്ദീപ് വാര്യർ BJP ഇരിക്കുന്ന കാലഘട്ടത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പൊ എടുത്ത് കൊണ്ടുവന്നിട്ട് അതിങ്ങനെ പ്രചരിപ്പിക്കേണ്ട എന്താവശ്യ ഞാൻ പറയുന്നില്ല. ഡേശം എനിക്കുള്ളത് അത് പറ. അപ്പൊ നിന്റെ ഉദ്ദേശം എന്താ? എടാ കഴുതേ, എടാ സെപ്റ്റിക് ടാങ്കിക്ക് ഭക്ഷിക്കുന്ന മൊട്ടെ, അത് എല്ലാവർക്കും അറിയാം. നിനക്ക് മാത്രമല്ലടാ ഇത് അറിയാം. സന്ദീപ് വാര്യർ എന്നൊക്കെ പറഞ്ഞ് നീ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം നീ എന്താ വിചാരിക്കും? നിനക്ക് മാത്രമേ അറിയൂന്ന? ഇപ്പൊ സന്ദീപ് വാര്യർ എന്താണ് മിഞ്ഞാന്ന് പറഞ്ഞ കൃത്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞത്? സത്യം പറയുമ്പോൾ നിനക്കെന്താ കുരുപൊട്ടുന്നുള്ള തെറ്റ്? നീ പറയേണ്ട സന്ദീപ് വാര്യർ കളവ് പറഞ്ഞ് അതിനെ ഗണിക്കാൻ വേണ്ടി നോക്കുന്ന. പിന്നെ സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട ആള് അതിങ്ങനെയാന്ന് അത് ഈ മാധ്യമങ്ങൾ പറയുന്നത് തെറ്റാണ്, അത് ഇങ്ങനെയാണെന്നുള്ള സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തിയപ്പോ നീ എവിടുന്നെങ്കിലും പണ്ട് സന്ദീപ് വാര്യർ ആ കാലഘട്ടം അത് സന്ദീപ് വാര്യറിനെ 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ പ്രത്യശാസത്തിൽ നിൽക്കുമ്പോൾ ആ പാർട്ടിയുടെ നിലപാടിനൊപ്പം നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്. അതിൽ നിന്നുള്ള കുറ്റബോധം കൊണ്ടാണ് ഞാൻ ആ പാർട്ടി തന്നെ ഉപേക്ഷിച്ച് ഇപ്പുറത്തേക്ക് വന്നു നിന്ന് മലയാളികളോട് പറഞ്ഞിട്ടുള്ള തെണ്ടി മൊട്ടെ. മനസ്സിലായ? നീ ഇപ്പൊ അതും പൊക്കി വന്നിട്ട് ആരെ കിളിപ്പെടുത്താനാണ്? ആദ്യ ഭക്ഷണം കഴിക്കാൻ ആരെങ്കിലും വിശ്വസിക്കോ? നാണം കെട്ടവനെ. നിങ്ങൾക്കിപ്പൊ ഇതൊന്നും ഏശുന്നില്ല. ജനങ്ങൾ മുഴുവൻ രാഹുലിന്റെ ഭാഗത്താ. മനസ്സിലായ? എന്നിട്ട് നിനക്കിപ്പോ എങ്ങനെയെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി വർഗീയത അത് ആളിക്കത്തിച്ചിട്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് വിഷ ഇട്ട് കൊടുക്കുന്ന നിന്നെയൊക്കെ നിലക്ക് നിർത്താൻ ഒരു നിയമ സംവിധാനം ഇല്ലേ ഇവിടെ? ഇല്ലേ? നാണം കെട്ടവനെ. എന്താണ് സന്ദീപ് വാര്യർ അന്നാ പറഞ്ഞ വിഷയം ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എന്തിനാ നീ അത് കൂട്ടിയോജിപ്പിക്കേണ്ട ആവശ്യം? നീ എന്താ വിചാരിക്കുന്നത്? നിന്റെ വീട്ടിൽ വന്നിട്ടാ സന്ദീപ് വാര്യർ ഇത് പറഞ്ഞെന്നാ? അങ്ങനെയല്ലടാ. അന്ന് മുഴുവൻ പബ്ലിക്കിന്റെ മുമ്പിൽ തന്നെയാണ് സന്ദീപ് വാര്യർ പറഞ്ഞത്. അത് ഞങ്ങളൊക്കെ കേട്ടതാ, അത് ഞങ്ങളൊക്കെ സഹിച്ചങ്ങ് പുറത്ത്. നിനക്കങ്ങനെ ചേതോ വികാരം ഉണ്ടെങ്കിൽ നീ ഉണ്ടാക്കാൻ നടക്കുന്നാല്. നാണം കെട്ടവനെ. നീ മാധ്യമ പ്രവർത്തനമല്ല നടത്തുന്നത്. നീ ഇന്ത്യക്ക് തന്നെ അപമാനം. നീ ഇന്ത്യക്ക് തന്നെ, ഇന്ത്യ രാജ്യത്തിന് തന്നെ അപമാനം. നീ മനസ്സിലായ? നിന്റെ വൃത്തികെട്ട കൊണയ്ക്കല്. എന്നിട്ട് ആ കൊണ്ടുവന്നിട്ട് മനുഷ്യന്മാരുടെ മനസ്സിന് മറ്റതിട്ട് കൊടുക്കാൻ നോക്കുക. നീ എന്താ വിചാരിക്കും? നിന്നോട് സ്വകാര്യം വന്ന് പറഞ്ഞതെന്നാ സന്ദീപ് വാര്യർ? വേറെ ആരും ഇവിടെ കേട്ടിട്ടില്ല? ആ സമയത്ത് കേട്ടിട്ടില്ലടോ? നീ കുറെ കാലം ഇതിങ്ങനെ ഇതും കൊണ്ട് നടക്കണം. നിന്റെ മൊട്ടയും നിന്റെ ജഡ്ജിമെന്റും നാണവും മാനവും ഇല്ലാത്ത എന്താണ് നീയൊക്കെ ഭക്ഷിക്കുന്നത്? എടാ അത് കേസെടുത്ത് ഗവൺമെന്റ് ഇനി കോടതിയിലേക്ക് പോകുന്നത് അത് അവിടെ വാദിക്കട്ടെ, അത് ആ വഴിക്ക് നടക്കട്ടെ. നീ വീണ്ടും 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 വന്നിട്ടിങ്ങനെ സന്ദീപ് ഒരു സത്യമല്ലടാ പറഞ്ഞത്. അവന്റെ ഒരു അകന്ന ബന്ധുവല്ലേ കല്യാണം കഴിച്ചത്? അപ്പൊ സ്വാഭാവികമായിട്ട് കല്യാണത്തിൽ പങ്കെടുത്തതല്ലേ? അപ്പൊ അത് അവര് ഡിവോഴ്സ് ആയിട്ടില്ല എന്ന് കൃത്യമായി പറഞ്ഞപ്പോഴാ നീ അത് പണ്ട് സന്ദീപ് വാര്യർ പറഞ്ഞ പൊക്കി പിടിച്ചു വന്നിട്ട് ഇവിടെ എന്തോ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? അതിയാ ഇത്ര വൃത്തികെട്ടവേ. മാധ്യമ ലോകത്തിന് തന്നെ അപമാനം ഇവേ. ഏടിയായി കുറെ പൂത്ത് കോൺഗ്രസ് ഉണ്ടല്ലോ. ഒരു KPCCയുടെ ജനറൽ സെക്രട്ടറി അല്ല ഇങ്ങനെ അവഹേളിക്കുന്നത്. ഈ എന്താ പറയണ്ട, ഈ നായിക്കാട്ടം ഭക്ഷിക്കുന്നവേ. ഏടിയാ പൂത്ത് കോൺഗ്രസ് പോയെ? ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഈ കാട്ടുകള്ള ഗവൺമെന്റ് ഒരുപാട് ഈ അമ്പലക്കള്ള സ്വർണം കെട്ടതുമായി ബന്ധപ്പെട്ട് 2-3 എണ്ണത്തിന് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് ഒരു അവർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യാൻ പൂത്ത് കോൺഗ്രസ് എവിടത്തോടോ? ഇന്നലെ നോക്കിയ കേരളം മുഴുവൻ SFIയും അതുപോലെ തന്നെ അവരുടെ DYFIയും ഈ ഇല്ലാതെ കെട്ടുകഥക്ക് പിറകെ പോയിട്ട് മുഴുവൻ സമരം ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ലേ? മുദ്രാവാക്യം വിളിക്കുന്നത് കാണുന്നില്ലേ? സ്വന്തം പാർട്ടിക്കകത്ത് കുതികാല് വിട്ടാൻ വേണ്ടിയിട്ട് പൂത്തും കൂത്തും അല്ല ഇങ്ങ് വരൂ. ഇങ്ങനെ ഒരു പാർട്ടിയെ ഇതുപോലെ തെമ്മാടിത്തരം പറയുന്നത് ഒരു അലിഗേഷൻ ഇല്ലാതെ പണ്ടെപ്പോഴോ പറഞ്ഞതൊക്കെ പൊക്കിക്കൊണ്ടുവന്ന KPCCയുടെ ജനറൽ സെക്രട്ടറി ഇതുപോലെ മോശമായി ചിത്രീകരിക്കുമ്പോ അതിനെതിരെ ഒരു പ്രതിഷേധം ഉണ്ടാക്കാൻ വേണ്ടി ഈ പൂത്ത് കോൺഗ്രസിന് കഴിയുന്നില്ല. അല്ലെങ്കിൽ പിരിച്ചുവിട്. വന്ന് രാവിലെ കൊണ്ടുവന്നിട്ട് അങ്ങ് ഉണ്ടാക്കുക. ഇത് കണ്ടോ നിങ്ങൾ? സന്ദീപ് വാര്യർ ഞങ്ങളങ്ങ് സഹിച്ചോടോ. നിനക്കെന്താ ഇത് ചെയ്തോ വികാരോ? നാണം കെട്ടവനെ. മാധ്യമധർമ്മം പോലും സെക്സിനെ വെല്ലുന്ന വിധത്തിൽ കുടുംബക്കാർക്ക് വാർത്താ മാധ്യമങ്ങൾ ഇപ്പം കാണാൻ പോലും പറ്റുന്നില്ല. അത്രമാത്രം വൃത്തികേട് ഇവന് ആക്കി വെച്ച്.
മുഴുവൻ മാധ്യമങ്ങളും രാവിലെ ഏതെങ്കിലും പെണ്ണിന് എന്തെങ്കിലും സെക്സ് കഥ ഇങ്ങ് കൊണ്ടുവരും. സ്വന്തം താലി കെട്ട ഭർത്താവിനെ ഉറക്കിക്കരുതി മറ്റൊരുത്തന്റെ കൂടെ പോയി അങ്ങ് പിന്നെ സുഖിച്ചവരെ ക്രജീവിത പേരിട്ട് വിളിക്കുക. രണ്ടുപേർക്കും തുല്യ പങ്കാളിത്തമുണ്ട്. ഉഭയകക്ഷി സമ്മതപ്രകാരം ചെയ്തതാ. അങ്ങനെ ബന്ധപ്പെടാന്നുള്ള നിയമം നമ്മുടെ രാജ്യത്തുണ്ട്. എന്നിട്ടൊന്ന് ഒരാളെ മാത്രം ഏകപക്ഷീയമായിട്ട് ദിവസങ്ങൾ വന്ന കേസ് കൊടുത്ത് FIR എടുത്ത് അത് കോടതിയിലേക്ക് എത്തി. ഇനിയെങ്കിലും മിണ്ടാണ്ടെന്നൂടെ. എന്നിട്ടും അത് ജനങ്ങൾ ഏശുന്നില്ലാതെ പിന്നെ തൂറി പേർപ്പിക്കാൻ നിൽക്കുക, കാട്ടിച്ച് മെഴുകാൻ നിൽക്കുക. നാണം കെട്ടവനൊക്കെ. ഓനെ ഇപ്പം വലിയ കണ്ടുപിടുത്തമായിട്ട് വലിയ സാറ്റലൈറ്റ് ആയിട്ടും കണ്ടുപിടിച്ച സന്ദീപ് വാര്യർ വർഷങ്ങൾക്ക് മുമ്പ് BJP നിൽക്കുമ്പോൾ BJPന്റെ പണിയല്ലാതെ നിന്നെപ്പോലെ കൂട്ടിക്കൊടുപ്പിന്റെ പണിയല്ലല്ലോ എടുക്കേണ്ടത്. ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ആ പ്രസ്ഥാനത്തെ ചോറ് തിന്നുന്നെങ്കിൽ ആ പ്രസ്ഥാനത്തിൽ നയത്തോടൊപ്പം നിൽക്കും. അതോ മാന്യതയെ സന്ദീപ് ചെയ്തത് മനസ്സിലായി. അല്ലാതെ നിന്നെപ്പോലെ ഇപ്പുറം നിന്നിട്ട് അപ്പുറത്തേക്ക് ഉണ്ടാക്കി കൊടുക്കലല്ല അവൻ ചെയ്തത്. മനസ്സിലായി. അവൻ ഒറ്റത്തന്തൊക്കെ പറഞ്ഞ പണിയെ അവൻ എടുത്തിട്ടുള്ളൂ. അത് കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട്. ഇവിടെ വന്നതിന് ശേഷം സമൂഹത്തോടല്ല ഞാൻ ഇത്രമാത്രം പ്രസംഗിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഞാൻ ആ പ്രതിശ്വാസത്തിലായിരുന്നു. പക്ഷെ അത് പിൻകാലത്ത് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തതിന്റെ പേരിൽ അതൊക്കെ ഞാൻ ഉപേക്ഷിച്ച് ഞാൻ ഇപ്പുറത്തേക്ക് വന്നതാ എന്ന് പറഞ്ഞിട്ട് പിന്നെ നീ ഇന്ന് കൊണ്ടാണ്ട് ഒരു ഒലക്ക എന്തിനാ ഈ ഉണ്ടാക്കേണ്ട ആവശ്യമോ? അത് പറ. നീ നാണും മാനവും ഇല്ലാത്ത കഴുതക്ക് പോലും ഇതിനേക്കാളും കുറച്ച് വിശേഷ ബുദ്ധി ഉണ്ടാവും. എന്നിട്ട് പറയാം, ഇത് കണ്ടോ മുസ്ലിങ്ങളെ ടയറിട്ട് കത്തിക്കണം എന്ന് പറഞ്ഞ സന്ദീപ് വാര്യരാണ് വന്നിട്ട് ഇന്നലെ ഇങ്ങനെ പറഞ്ഞപ്പോ അത് വിശ്വസിക്കണം. എടാ, അവന്റെ കുടുംബം അവന്റെ അകന്ന ബന്ധു നാണം കെട്ടവനെ. അവനിക്കറിയുമ്പോൾ നിനക്കറിയോ ആ കുടുംബത്തിലെ വിശേഷങ്ങൾ? സത്യമല്ലേ പറഞ്ഞത്? ഡിവോഴ്സ് ആയിട്ടുണ്ടോ? അങ്ങനെ അതിന് കേസ് മൂവ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നീ പുറത്തു വിട്ടടാ. നീ ഒരു ഉളുപ്പും ഇല്ല. അത് നാണം കെട്ടവൻ. ഇത് പറയണ്ടെന്ന് വെച്ചതാ. മനസ്സിലായ? ഞാൻ ഇപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ അവസാനിപ്പിക്കുക. അത്ര അധികം കാരണം ഒരു KPCCയുടെ ജനറൽ സെക്രട്ടറി ഒക്കെ പറഞ്ഞിട്ട് അതിനെതിരെ പ്രതിഷേധം നടത്താം. ഈ ചെറ്റ വർത്തമാനം അവസാനിപ്പിക്കാൻ പറ്റി. ഉള്ളത് പറഞ്ഞോട്ടെ, കോൺഗ്രസിനെ എതിർത്തോട്ടെ, തർക്കമൊന്നുമില്ല, ഞങ്ങൾക്ക് അതിൽ വിഷയമൊന്നുമില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് കിടന്നിട്ട് കാലത്ത് മറ്റേ കോട്ട് വിട്ടിട്ട് ഇവനിങ്ങ് വരും. പിന്നെ രാജ്യത്തിന് ജഡ്ജിയാ ഇവൻ. ആരാണ്? ഐക്യരാഷ്ട്രയുടെ തലവനാ. എന്നിട്ട് അങ്ങ് വിധിക്കുക. കേക്കൂ പ്രേക്ഷകരെ, എന്റെ പ്രേക്ഷകർ. ഏത് പ്രേക്ഷകരാണ് അതിന്റെ ഉള്ളത്? ഈ ചരിത്രം പറയുന്ന കേൾക്കണ്ട്. ഇത്ര മാത്രം വൃത്തികെട്ടവന് കേരളത്തിൽ തന്നെ അപമാനം ഇവനൊക്കെ. സത്യമായിട്ടാ പറയുന്നത്. മറ്റൊരു അലിഗേഷൻ വന്നു, നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ ചെയ്തോ, അതൊക്കെ വിഷയം വേറെ. പക്ഷെ അതിനപ്പുറത്തേക്ക് കടന്നുകൊണ്ട് ഞാൻ നിങ്ങൾ അവസാനിപ്പിക്കുക. ഓക്കെ.